ഞാനിപ്പോൾ ഇരിക്കുന്നത് മദീനയിലെ വാദി അഖീഖിലാണ്. പ്രവാചകന് ഏറ്റവും ഇഷ്ടമായിരുന്ന ഒരു താഴ്വാരം. ഈ പ്രദേശം പ്രവാചകന് ഇഷ്ടപ്പെടാനുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാരണം ഇവിടുത്തെ പച്ചപ്പായിരുന്നു. വരണ്ടു നിൽക്കുന്ന മക്ക മദീന എന്നുള്ളതാണ് നമ്മുടെ എല്ലാം മനസ്സിലുള്ള ഈ നാടിനെക്കുറിച്ചുള്ള സങ്കല്പം. അതെല്ലാം മാറ്റാനുള്ള സമയം കൂടി ഇപ്പോൾ ആയിട്ടുണ്ട്. കാരണം പ്രവാചകന് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന മദീന പള്ളിയിലേക്കും ഉഹുദിലേക്കുമുള്ള എല്ലാ വഴികളും പച്ചപ്പ് നിറയുകയാണ്. മദീനയിലെ പുതിയ കാഴ്ചകളാണ് ഇന്ന് കാണാൻ പോകുന്നത്. മക്ക വിട്ടെത്തിയ റസൂലിനെ ആവേശത്തോടെ സ്വീകരിച്ച നാടാണ് മദീന. അതിൻ്റെ ഹൃദയത്തിൽ എപ്പോഴും നന്മയും ശാന്തതയും സ്വീകരണ മര്യാദയും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. മദീനയിൽ പ്രവാചകൻ നിർമ്മിച്ച പള്ളി നബിയുടെ മസ്ജിദ് എന്നർത്ഥം വരുന്ന മസ്ജിദുൻ നബവി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മക്ക കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്ദർശകരെത്തുന്ന കേന്ദ്രങ്ങളിൽ ഒന്ന്. മദീന ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസനമാണിപ്പോൾ ഏറ്റുവാങ്ങുന്നത്. ഇവിടെ പ്രവാചകരും അദ്ദേഹത്തിന് ശേഷം ഇസ്ലാമിക ലോകത്തെ നയിച്ച ഖലീഫമാരും അവരുടെ കുടുംബങ്ങളും അനുചരന്മാരുമെല്ലാം അന്ത്യവിശ്രമം കൊള്ളുന്നു. മക്ക വിജയത്തിന് ശേഷവും പ്രവാചകൻ അവിടെ നിന്നും ഭരണകേന്ദ്രമായ മദീനയിലെത്തിയിരുന്നു. അത്രയും അടുപ്പം പ്രവാചകന് ഈ നാടുമായും ഇവിടുത്തെ ജനതയുമായും ഉണ്ട്. അതുകൊണ്ട് മദീനയുടെ ഏതൊരു തെരുവിനും റസൂലിന്റെ കഥ പറയാനുണ്ടാകും. പ്രവാചകൻ നടന്ന വഴികൾ, അനുചരന്മാർക്കൊപ്പം പട നയിച്ച പാതകൾ, കുളിരേറ്റുവാങ്ങിയ ഈന്തപ്പനക്കാടുകൾ, ചൂടേറ്റുവാങ്ങി അദ്ദേഹം കിളച്ചിട്ട തോട്ടങ്ങൾ, അദ്ദേഹത്തെ സ്വീകരിക്കാനും കേൾക്കാനുമായി അനുചരന്മാർ തുറന്നിട്ട വീട്ടുമുറ്റങ്ങൾ. മദീനയിൽ റസൂലിൻ്റെയും അനുചരന്മാരുടെയും ശ്വാസമുണ്ട്. അവർ അന്തി ഉറങ്ങുന്നതിനാലാകാം മക്കയെപ്പോലെ ബഹളം നിറഞ്ഞ നാടല്ല മദീന. ഈ പച്ച നിറത്തിലുള്ള മിനാരമുള്ളതാണ് റസൂലിന്റെ പള്ളി. അതായത് മദീനയിൽ എത്തിയ ശേഷം അദ്ദേഹത്തിനായി അദ്ദേഹം തന്നെ മുൻകൈയെടുത്ത് നിർമ്മിച്ച രണ്ടാമത്തെ പള്ളി. ആദ്യമായി അദ്ദേഹം നിർമ്മിച്ച പള്ളി ഖുബയാണ്. അവിടെ നിന്നും നേരെ 2.5 കിലോമീറ്ററോളം നടന്നാൽ മദീനയിലെ ഈ പള്ളിയിലേക്ക് എത്താം. പച്ചക്കുബ്ബയുള്ള ഈ പള്ളിയോട് ചേർന്നായിരുന്നു പ്രവാചകൻ താമസിച്ച വീട്. ആ വീടിനകത്താണ് അദ്ദേഹത്തെയും അനുചരന്മാരായിരുന്ന അബൂബക്കർ സിദ്ദീഖ് ഖലീഫ, ഉമർ ഇബ്നുൽ ഖത്താബ് ഖലീഫ എന്നിവരെയും അടക്കം ചെയ്തിട്ടുള്ളത്. ഈ ഭാഗവും ഇപ്പോൾ പള്ളിയുടെ അകത്താണ്. ലക്ഷക്കണക്കിന് പേരാണ് ഓരോ ഹജ്ജ് കാലത്തും ഇവിടെ എത്തിയിരുന്നത്. വിസകൾ സുതാര്യമാക്കിയതോടെ റമദാനിലായി ഹജ്ജിനേക്കാൾ തിരക്ക്. 10 മിനിറ്റിൽ വിസ എത്തുന്ന സ്ഥിതിയാണ് ഇപ്പോൾ. ഇതിനാൽ ഏത് സമയവും ഇപ്പോൾ തിരക്കാണ്. റസൂലിനോട് സലാം പറയാനും പുണ്യകരമായ റൗളയിലെ പ്രാർത്ഥനക്കും കനത്ത തിരക്കുണ്ട്. വെള്ളിയാഴ്ചകളിൽ ഹറം നിറഞ്ഞൊഴുകി റോഡുകളിലേക്കുള്ള വഴികളെല്ലാം നിറയുന്ന പുതിയ കാഴ്ചകളുണ്ട് മദീനയിൽ. ഇസ്ലാമിന്റെ ചരിത്രത്തിലെ സുപ്രധാനമായ ഭൂരിഭാഗം സംഭവങ്ങളും നടന്നത് മദീനയിലാണ്. അതിനാൽ തന്നെ ആ ചരിത്രവുമായി ബന്ധപ്പെട്ട മിക്ക സ്ഥലങ്ങളും അശ്രദ്ധയാലോ കാലക്രമേണയോ പരിഗണന ലഭിക്കാത്ത കാരണത്താലോ നാമാവശേഷമായി. പ്രവാചകരുടെ ചരിത്രം പറയുമ്പോൾ അതിൻ്റെ അടയാളമായി കാണിക്കാൻ പോലും ചരിത്ര ഇടങ്ങളില്ലാത്തത് ആ ചരിത്രം ഇല്ലാതാകുന്നതിന് സമാനമായിരുന്നു. ഇത് തിരിച്ചറിഞ്ഞാണ് സൗദി ഭരണകൂടത്തിന് കീഴിൽ വിപുലമായ പദ്ധതി. വെറും പദ്ധതിയെന്ന് പറഞ്ഞുകൂടാ. മദീനയിൽ പ്രവാചകനുമായി ബന്ധപ്പെട്ട ചരിത്ര പ്രദേശങ്ങൾ വികസിപ്പിക്കുന്നതിൽ മുൻകൈയെടുത്തത് ഉമയ്യദ് ഭരണകാലത്തെ 8ാം ഖലീഫയായിരുന്ന ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് ആണ്. അദ്ദേഹത്തിന് ശേഷം മദീനയിൽ പിന്നീട് വിപുലമായ ചരിത്ര പ്രദേശങ്ങളുടെ വികസനം നടന്നത് ഫഹദ് രാജാവിന്റെ കാലത്താണ്. ഇപ്പോൾ സൽമാൻ രാജാവിന് കീഴിൽ സൗദി കിരീടാവകാശിയുടെ മേൽനോട്ടത്തിൽ മതകാര്യ ടൂറിസം കൂടി ലക്ഷ്യം വെച്ച് നടക്കുന്ന പദ്ധതി മദീനയുടെ മുഖച്ഛായ തന്നെ മാറ്റുകയാണ്.
റോഡുകൾ കൂടുതൽ ജനകീയമാകുന്ന കാഴ്ച, എവിടെയും ആളുകൾക്ക് ഇരിക്കാവുന്ന വിധത്തിൽ സംവിധാനങ്ങൾ, അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തിയാണ് വികസനങ്ങളെല്ലാം. പഴമ ചോരാതെ വൃത്തിയും ഭംഗിയും ജനങ്ങളുടെ ഇടപഴകലും ലക്ഷ്യം വെച്ച് തീർക്കുന്ന തെരുവുകൾ. മദീന ഹറമിൽ നിന്ന് കുബായിലേക്കും ഖന്തക്കിലേക്കും ഉഹദിലേക്കുമെല്ലാം നടന്നിപ്പോൾ പോകാം. വഴിനീളെ ഇരിപ്പിടങ്ങളുണ്ട്. ചുറ്റിലും ഊതു പുകയുന്ന അന്തരീക്ഷം. മദീനയിലെ കച്ചവട സ്ഥാപനങ്ങൾ അതേറ്റവും വൃത്തിയിലും ഭംഗിയിലും ഒരുക്കിയിരിക്കുന്നു. തെരുവുകളുടെ പേരുകളും നെയിം ബോർഡുകളും എല്ലാം പഴമയോടെ തന്നെ പുതുക്കി പണിതിരിക്കുന്നു. മുഹമ്മദ് ബിൻ സൽമാൻ്റെ കാലഘട്ടങ്ങളിൽ ഇപ്പോൾ ഈ അധികാരമേറ്റതിന് ശേഷം മദീനയിലെ വ്യത്യസ്ത ഭാഗങ്ങളിൽ അവർക്ക് സഞ്ചാരികൾക്ക് സഞ്ചരിക്കാനുള്ള റോഡുകൾ വിപുലമായ രീതിയിൽ അവർ റെസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ബൈസിക്കിളും അതുപോലെ നടപ്പാതകളൊക്കെ വിപുലീകരിച്ചുകൊണ്ട് വലിയ നല്ല രീതിയിൽ ആ റോഡുകളുടെ പ്രവർത്തനങ്ങളൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹറമിൻ്റെ പരിസരവും മറ്റു കാര്യങ്ങളും അതുപോലെ ഇതേപോലെ ആളുകൾ ആകർഷണീയമായ രീതിയിൽ ഒരുക്കുന്നതിനും അദ്ദേഹത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ലാവാപ്രവാഹം നിറഞ്ഞ നാടായിരുന്നു മദീന. അതിൻ്റെ നിലം, ചരിത്രപ്രദേശങ്ങളുടെ ചുമരുകൾ എല്ലാം പണ്ട് നിർമ്മിച്ചത് ലാവാ കല്ലുകൾ ഉപയോഗിച്ചാണ്. ഇപ്പോൾ നടക്കുന്ന പുനർനിർമ്മാണവും അതുപയോഗിച്ച് തന്നെ. പ്രവാചകൻ ഏറ്റവും കൂടുതൽ നടന്ന വഴി കുബായിൽ നിന്ന് ഹറമിലേക്കും തിരിച്ചുമാണ്. ആ പാത അമ്പരപ്പിക്കും വിധമാണ് മാറിയത്. ആൽമരങ്ങളും പച്ചപ്പും പൂക്കളുമെല്ലാം വഴിനീളെ സീസണിന് അനുസരിച്ച് നിറയും. മദീനയിൽ ആദ്യത്തിൽ പ്രവാചകന്റെ ഇടപാടുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ സംഭവങ്ങൾ നടന്നത് കുബായുടെ പരിസരത്താണ്. ഇതിനു ചുറ്റുമുള്ള ജനത്തെ മുഴുവൻ ഒഴിപ്പിച്ചു. ചരിത്ര പ്രദേശങ്ങൾ ഏറ്റെടുത്തു, അവ കുഴിച്ചെടുത്തു. പിന്നാലെ ചരിത്രത്തിന്റെ പഴമയോടെ അവ പുനഃസ്ഥാപിക്കുകയാണ്. ഇവിടെ വരുന്ന ആളുകൾക്ക് കാണുവാൻ കൺകുളിർമ നൽകുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. റോഡിൻ്റെ ഇരുവശങ്ങളിലും ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജനങ്ങൾ നടക്കുവാനും അത് നടന്ന് കഴിയുന്ന ക്ഷീണം അനുഭവിക്കുന്ന സമയങ്ങളിലൊക്കെ ഇരിപ്പിടങ്ങൾ അവർക്ക് ഇരിക്കുവാനുള്ള ഇരിപ്പിടങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ആ ഒരു വൈബ് എന്നുവെച്ചാൽ വൈകുന്നേരങ്ങളിലൊക്കെ ആളുകൾ ഇതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ആ വഴിയോരങ്ങളിലൊക്കെ വന്ന് നിൽക്കാറുണ്ട്. അപ്പം ഇത് കാണുന്ന ഇപ്പോൾ വൈകുന്നേര നേരങ്ങളിലൊക്കെ കാണുന്ന ഈ സമയങ്ങളിൽ വളരെ വ്യത്യസ്തമായിട്ട് ജനങ്ങൾക്ക് തോന്നുകയും അത് അനുഭവിക്കാൻ വേണ്ടി മദീനയിലെ പല പരിസരങ്ങളിലും സന്ദർശിക്കുകയും ചെയ്യാറുണ്ട്. ഇപ്പോഴത്തെ തീർന്നിട്ടില്ല. പല ഭാഗങ്ങളിലും ഇപ്പോഴും ഖനനവും കെട്ടിടങ്ങളുടെ ഉറപ്പ് വർദ്ധിപ്പിക്കലും തുടരുകയാണ്. മദീനയിൽ മാത്രം 100-ലേറെ ചരിത്ര കേന്ദ്രങ്ങളാണ് സംരക്ഷിക്കൽ പട്ടികയിൽ ഉള്ളത്. ഓരോ പ്രദേശത്തെയും ചരിത്രം വിശദമാക്കുന്ന ബോർഡുകൾ അറബിയിലും ഇംഗ്ലീഷിലും രേഖപ്പെടുത്തുന്നുണ്ട്. ഇസ്ലാമിനെ പരിചയപ്പെടാൻ ഉദ്ദേശിച്ച് മദീനയിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഇതര മതസ്ഥരെത്തുന്നതും പുതിയ കാഴ്ചയാണ്. മസ്ജിദ് ഖുബായുടെ ചുറ്റുഭാഗത്തായി പ്രവാചക ചരിത്രവുമായി ബന്ധപ്പെട്ട വീടുകൾ, കിണറുകൾ എന്നിവയും പ്രത്യേകം അടയാളപ്പെടുത്തി കഴിഞ്ഞു. ഇസ്ലാമിലെ പള്ളിയുടെ പ്രവാചക കാലത്തെ സങ്കല്പം അതേപടിയാണ് ഇപ്പോൾ മദീനയിൽ നടപ്പാക്കുന്നത്. പ്രവാചകൻ നിർമ്മിച്ച പള്ളികളോട് ചേർന്നെല്ലാം വ്യാപാര സ്ഥാപനങ്ങളും ജനങ്ങളുടെ ഇടപഴകലും വ്യാപകമായിരുന്നു. മനുഷ്യരുടെ ഇടപാടിൽ നിന്നും ആരും എത്താത്ത ഒരിടത്ത് ആരാധനാലയം എന്നതല്ല ഇസ്ലാമിലെ സങ്കല്പമെന്ന് മദീനയിലെ പുതിയ കാഴ്ചകൾ വീണ്ടും ആവർത്തിക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ എത്താവുന്ന ഇടമായി ഇവിടെ പള്ളികളുണ്ട്. അവിടെ 5 നേരം നിർബന്ധ പ്രാർത്ഥന. അതിൽ സാഹചര്യമനുസരിച്ച് ഇളവുകളുണ്ടെങ്കിലും ഒഴിവാക്കാൻ പാടില്ല. അതിനാൽ മനുഷ്യരുടെ നിത്യ ഇടപാടുകളിൽ എപ്പോഴും പള്ളിയും പ്രാർത്ഥനയുമുണ്ട്. അത് മദീന പള്ളിയിലും കുബായിലും പരിസരങ്ങളിലുമെല്ലാം ആ കാഴ്ച കാണാം. കുബായുടെ സമാനമായ രീതിയിൽ തന്നെ ഉഹദ്, ഖന്തക്ക് യുദ്ധപ്രദേശങ്ങളും പള്ളികളും പ്രാർത്ഥനാ സ്ഥലങ്ങളും വികസിപ്പിക്കുന്നുണ്ട്. ഓരോ സ്ഥലത്തും മരങ്ങൾ നട്ടും നടന്നെത്താവുന്ന രീതിയിലുമാണ് മാറ്റം. മദീനയിൽ പ്രവാചകന് ഇഷ്ടപ്പെട്ടിരുന്ന പുഴ വാദി അക്കീഖ്, ഖലീഫ ഉസ്മാൻ ബിൻ അഫ്ഫാൻ ജൂതരിൽ നിന്നും വില കൊടുത്തു വാങ്ങി സൗജന്യമായി ജനങ്ങൾക്ക് തുറന്നുകൊടുത്ത കിണർ, പ്രവാചക അനുചരന്മാരുടെ വീടുകൾ എന്നിവ ആ സ്ഥാനത്ത്
കുഴിച്ചും മറ്റും വീണ്ടെടുക്കുന്നുണ്ട്. മദീനയിൽ വന്ന ഒരാൾ ഏറ്റവും മികച്ച ചരിത്രാനുഭവത്തോടെ മദീനയുടെ കാറ്റും കാലാവസ്ഥയും അറിഞ്ഞാകും ഇനി മടങ്ങുക. ഇനി നടക്കാൻ കഴിയാത്തവർക്ക് ഗോൾഫ് കാറുകളും ഇലക്ട്രിക് കാറുകളുമുണ്ട്. പല റോഡുകളും വീതി കുറച്ച് കാൽനട യാത്രക്കാർക്കും സൈക്കിളിനും ഇലക്ട്രിക് വാഹനങ്ങൾക്കും നീങ്ങാവുന്ന വിധത്തിലാണ് ഹറമിന് ചുറ്റുമായി മാറ്റിയത്. പരിസ്ഥിതി സൗഹൃദമായ പഴയ മദീനയെ പുതിയ കോണിലൂടെ ഇനി എത്തുന്നവർക്കെല്ലാം കാണാം. ഇസ്ലാം മത വിശ്വാസിക്ക് വൃത്തി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് മദീന പള്ളിയിലേക്ക് നീളുന്ന എല്ലാ വഴികളും അതേ മനോഹാരിതയിൽ വൃത്തിയോടെയാണ് മാറുന്നത്. ഈ കാഴ്ചകൾ കാണാനായി മദീനയിലേക്ക് വരാം. ഇവിടെ മദീനക്കാർ കാത്തിരിക്കുന്നുണ്ട്.